ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം പ്രപഞ്ചത്തിൽ വളരെ വിചിത്രമായൊരു വസ്തുവിനെ കണ്ടെത്തുന്നു. അതീവ തിളക്കമുള്ള ഒരു വസ്തു. ഒരു വലിയ കോസാറോ അതല്ലെങ്കിൽ ഒരു വലിയ ഗാലക്സി ക്ലസ്റ്ററോ ആയിരിക്കാമെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള പഠനത്തിൽ നിന്നും അതൊരു പടുകൂറ്റൻ സൂപ്പർ ഗാലക്സി ക്ലസ്റ്റർ തന്നെയാണെന്ന് ഇന്ത്യൻ ഗവേഷകർക്ക് മനസ്സിലായി. പടുകൂറ്റൻ എന്ന് പറയുമ്പോൾ ഏകദേശം 43ഓളം ഗാലക്സി ക്ലസ്റ്ററുകളുള്ള നാം ഇന്നേ വരെ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടനയായിരുന്നു അത്. 1969 ഇന്ത്യയുടെ സ്പേസ് പഠന വിക്ഷേപണ കേന്ദ്രമായ ISRO സ്ഥാപിച്ച അന്നു മുതൽ ഇന്ന് വരെയായി ശാസ്ത്രത്തിന് മുന്നിൽ മഹത്തായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച സ്പേസ് ഏജൻസിയാണ് നമ്മുടെ ISRO. 2008 ചന്ദ്രയാൻ 1 ആദ്യമായി ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും 2013 മാർസ് ഓർബിറ്റർ മിഷനിലൂടെ ഏഷ്യയിൽ ആദ്യമായി ഒരു സ്പേസ് ഏജൻസി ചൊവ്വയുടെ ഓർബിറ്റിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ എത്തിച്ചതും ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാനായി മാത്രം ഒരു സാറ്റലൈറ്റിനെ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഏജൻസിയും നമ്മുടെ ISRO ആണ്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ സ്പേസ് ഏജൻസി കൈവരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ. ഭൂമിയിൽ നിന്നും 400 കോടി ലൈറ്റ് ഇയർ അകലെയാണ് ഈ സൂപ്പർ ക്ലസ്റ്റർ നിലനിൽക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിന്റെയും സ്പെക്ട്രോസ്കോപ്പിക് ഒബ്സർവേഷന്റെയും സഹായത്തോടെയാണ് സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിനെ നാം കണ്ടെത്തുന്നത്. ഏകദേശം 650 മില്യൺ ലൈറ്റ് ഇയർ വ്യാസം ഇതിനുണ്ട് എന്ന് കണക്കാക്കുന്നു. അതായത് ഈ ക്ലസ്റ്ററിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പ്രകാശത്തിന് പോലും എത്തണമെങ്കിൽ ഏകദേശം 6.5 കോടി വർഷം വേണ്ടിവരും. അത്രത്തോളം മഹത്തായ ഒരു ഘടനയാണ് സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ. സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിന് പുറത്തായി ഏകദേശം പല പ്രകാശ വർഷത്തോളം വലിയ ശൂന്യതയാണ് നിലനിൽക്കുന്നത്. അവിടെ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. എന്നാൽ സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിന് ചുറ്റുമായി ഒരു കവചം കാണപ്പെടുന്നുണ്ട്. ബഹിരാകാശത്തുള്ള പല വസ്തുക്കളും ഈ ഗാലക്സി ക്ലസ്റ്ററുകളുടെ ഗ്രാവിറ്റി മൂലം കുടുങ്ങിക്കിടക്കുന്നത് കാണാം. 43ഓളം ഗാലക്സി ക്ലസ്റ്ററുകൾ നിലനിൽക്കുന്ന ഒരു വലിയ ഘടനയായതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രം ഗാലക്സികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇതുവരെ നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏകദേശം 9 ലക്ഷത്തോളം ഗാലക്സികൾ അവിടെ ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിൽ മില്യൺ കണക്കിനോളം ഗാലക്സി ക്ലസ്റ്ററുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രമല്ല സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ ലോകത്തിനു മുന്നിൽ പ്രശസ്തി ആർജിച്ചത്. കാരണം അതിന് ഭൂമിയുടെ അത്ര പഴക്കമുള്ളതുകൊണ്ടും ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രമാത്രം ഗാലക്സികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയൊരു സൂപ്പർ ക്ലസ്റ്റർ രൂപപ്പെട്ടു എന്നത് നമ്മുടെ തിയറികൾക്ക് തന്നെ എതിരെയായിരുന്നു. ഭൂമി രൂപപ്പെട്ടപ്പോൾ ഉള്ള ഒരു സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പേയുള്ള സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിന്റെ രൂപമാണ്. അതായത് സൗരയൂഥത്തിൽ ഭൂമി രൂപപ്പെട്ടപ്പോൾ എങ്ങനെയാണ് സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടായിരുന്നത്, ആ പ്രകാശമാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന്റെ പ്രകാശം ഇതുവരെ നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടില്ല. അതിനിനിയും 400 കോടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ ഇന്ന് അതിലേക്ക് ഇനിയും ഗാലക്സികളും മറ്റും കൂടിച്ചേർന്ന് അതൊരു സൂപ്പർ ഗാലക്സി കോംപ്ലക്സ് ആയി തന്നെ മാറിയിരിക്കാം. പ്രപഞ്ചത്തിൽ ധാരാളം ഗാലക്സികളുണ്ട്. ഏകദേശം 2 ട്രില്യൺ ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിൽ ചില ഗാലക്സികൾ കൂടിച്ചേർന്ന് ഗാലക്സി ഗ്രൂപ്പ് രൂപപ്പെടുന്നു. ഈ ഗാലക്സി ഗ്രൂപ്പുകൾ കൂടിച്ചേർന്ന് ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്ററുകൾ രൂപമെടുക്കുന്നു. ഈ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്ററുകൾ കൂടിച്ചേർന്ന് മെഗാ സൂപ്പർ ക്ലസ്റ്ററുകൾ രൂപമെടുക്കുന്നു. ഫൈനലി ഈ മെഗാ സൂപ്പർ ക്ലസ്റ്ററുകൾ കൂടിച്ചേർന്ന് സൂപ്പർ ഗാലക്സി കോംപ്ലക്സുകൾ രൂപമെടുക്കുന്നു. ഇതാണ് നാം പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഘടന. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഒരിക്കലും സരസ്വതി സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമല്ല. നമ്മുടെ മിൽക്കി വേ ഉൾപ്പെടുന്ന ഗാലക്സി ഗ്രൂപ്പിന്റെ പേരെന്നത് ലോക്കൽ ഗ്രൂപ്പ് എന്നാണ്. ഏകദേശം 54ഓളം ഗാലക്സികൾ ഇവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. മിൽക്കി വേ ഉൾപ്പെടുന്ന ഗാലക്റ്റിക് ക്ലസ്റ്ററിന്റെ പേര് വെർഗോ ഗാലക്റ്റിക് ക്ലസ്റ്റർ എന്നും മിൽക്കി വേ ഉൾപ്പെടുന്ന സൂപ്പർ ക്ലസ്റ്ററിന്റെ പേര് ലിനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ എന്നുമാണ്.
ഈ ലെനിയാക്ക സൂപ്പർ ക്ലസ്റ്ററും സരസ്വതി സൂപ്പർ ക്ലസ്റ്ററുമൊക്കെ പ്രപഞ്ചത്തിലുള്ള പല ലക്ഷക്കണക്കിന് സൂപ്പർ ഗാലക്സി ക്ലസ്റ്ററുകളിൽ ഒന്നു മാത്രമാണ്. ഇതുപോലെ പല ലക്ഷക്കണക്കിന് സൂപ്പർ ക്ലസ്റ്ററുകൾ നമ്മുടെ പ്രപഞ്ചത്തിൽ വേറെയും നിലനിൽക്കുന്നുണ്ട്. 400 കോടി പ്രകാശവർഷം അകലെ ഏകദേശം 9 ലക്ഷത്തോളം ഗാലക്സികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൂപ്പർ ക്ലസ്റ്ററിനെ കണ്ടെത്തിയ ISROയ്ക്കൊപ്പം നമ്മുടെ ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന മഹത്തായ കണ്ടെത്തലുകളിലൊന്നാണ് ഈ സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ.